ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക കൊണ്ടുണ്ടാക്കാവുന്ന 2 റെസിപ്പികളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചക്കപ്പുഴുക്കും അതിൻ്റെ തന്നെ ഒരു അച്ചാറും. പച്ച ചക്കയുടെ ചുള നീളത്തിൽ അരിഞ്ഞെടുത്ത് 3 പച്ചമുളകും കുറച്ച് കല്ലുപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കുക്കറിൽ വെച്ച് 1 വിസിലിന് വേവിക്കുക. ഇതിൻ്റെ അരപ്പിന് വേണ്ടി ഒരു മിക്സി ജാറിൽ 1 മുറി തേങ്ങയുടെ പീരയും കുറച്ച് കറിവേപ്പിലയും 1/2 സ്പൂൺ ജീരകവും 2 പച്ചമുളകും ഇട്ട് വെള്ളമൊഴിക്കാതെ തരിതരിയായി അരച്ചെടുക്കുക. ആവി പോയതിനു ശേഷം കുക്കർ തുറക്കുക. ചക്കച്ചുളകളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവ് ഒന്നുകൂടി ഓൺ ചെയ്ത് കുക്കർ സ്റ്റവിൽ വയ്ക്കുക. ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ സ്റ്റവ് സിമ്മിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കറിവേപ്പില തണ്ടോടുകൂടി കൈകൊണ്ട് തിരുമ്മി മുകളിൽ വിതറുക. നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടച്ചു വയ്ക്കാം. ഇനി നമുക്കൊരു സ്പെഷ്യൽ അച്ചാറുണ്ടാക്കാം. ചക്കയുടെ നടുക്ക് ചക്കച്ചുളകൾ ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ചക്കക്കൂഞ്ഞിൽ. ജാക്ക് ഫ്രൂട്ട് കോർ എന്നും പറയും. ഇത് ചെറുതായി അരിഞ്ഞ് ലേശം ഉപ്പ് ചേർത്ത് 10 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് ചേർക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് വഴറ്റി വറുത്തു വെച്ച കൂഞ്ഞിൽ ചേർക്കുക. ലേശം പിഴിയൻ പുളി വെള്ളത്തിലിട്ട് കുതിർത്തത് ഇതിൻ്റെ കൂടെ ചേർക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരു 3 പേർക്കുള്ള പുഴുക്കും അച്ചാറും റെഡി.